അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാല് 6 തോട്ട്സ് ടു ചേഞ്ച് അവർ ലൈഫ്. ശരി, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളുടെ തോട്ട്സ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇവിടെ നമ്മൾ ഓരോരാൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റീവായി എന്തെങ്കിലും കിട്ടും എന്നുള്ളത് ഒറ്റ ഒരു മൈൻഡ് കൊണ്ടാണ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ഇന്ന് ഇവിടെ വരാത്ത ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ലേസി മൈൻഡ് സെറ്റിക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യാം, എന്തിനാ നമ്മൾ ഇവിടെ വന്നിരുന്ന്, എന്തിനാ വെറുതെ ഒരു ഇത് കേൾക്കേണ്ട ആവശ്യം എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താ പറയാ, ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഫാക്റ്റ് ആണ് തോട്ട്സ്. തോട്ട്സിനെ കുറിച്ച് 6 തോട്ട്സിനെ കുറിച്ച് നമ്മുടെ ലൈഫ് എങ്ങനെ കളർഫുൾ ആക്കാം എന്നുള്ളത് സർ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. ഇവിടെ ആരും ജഡ്ജ്മെന്റ് സീറ്റിലൊന്നല്ല ഇരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ സംസാരിക്കുക, എന്ത് വേണമെങ്കിലും പറയാം. അയ്യോ തെറ്റിപ്പോവാ അങ്ങനത്തെ ഒന്നും ഫീൽ വേണ്ട കേട്ടോ. എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഏത് ക്ലാസ്സിലും ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഫ്രീ ആയിട്ട് ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റ് ആകൊണ്ട് ഇരിക്കുക, എം ടി കപ്പായിട്ട് ഫ്രീസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തെടുക്കണമെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി മൈൻഡിൽ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കത് കൂടുതൽ എഫക്റ്റീവ് ചെയ്യാം. എന്ത് കേൾക്കുമ്പോൾ അല്ലെ, നമ്മളിപ്പോ ഒരു ജഡ്ജ്മെന്റ് സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്കത് അത്ര എഫക്റ്റീവ് ആയിട്ട് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ടോപ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്നാൽ നമുക്ക് ഇല്ലസ്കനെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു ഇല്ലസ്ക. Anyway, thank you, Zura, and thank you for all for joining this session. ആൻഡ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നേരത്തെ സൂറ പരിചയപ്പെടുത്തി എന്നുണ്ടെങ്കിലും ആരെങ്കിലും എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ, എൻ്റെ പേര് ഇല്യാസ് പറമ്പിൽ. ഞാനൊരു അധ്യാപകനാണ്, അതോടൊപ്പം ഞാനൊരു ട്രെയിനർ കൂടിയാണ്. അപ്പോ ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു നമ്മൾ ഈ ഒരു സെഷൻ തുടങ്ങിയിട്ട്. ഫ്രീ സെഷൻ ആണ്, ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള നിലക്ക് ആർക്കെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് പുതിയ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ചൊവ്വാഴ്ചകളിലും 8:30 ഈ ക്ലാസ് നടക്കാറുള്ളത്. ഇൻട്രോയിൽ നമ്മുടെ സുഹറ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ പുതുതായ ഒരു കാര്യങ്ങൾ ഞാൻ പറയാൻ പോണില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെ പറയാൻ പോകുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് മാത്രമല്ല, അത് ഒരു സെൽഫ് മിററിംഗ് കൂടിയാണ്. ഞാൻ എന്നോട് തന്നെ പറയുന്ന കുറെ കാര്യങ്ങളും കൂടി അതിലുണ്ട്. മൂന്നാമതായ ഒരു കാര്യം, ബി ആൻ എം ടി കപ്പ്. നിങ്ങൾക്ക് കുറെ അറിവുള്ളവരാവാം, ഈ വിഷയത്തെക്കുറിച്ച് എന്നേക്കാൾ അറിയുന്ന ഉള്ള ആളുകളാവാം. എന്നാലും പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കാൻ ഒരു എം ടി കപ്പായിട്ട് ഇരിക്കുക. എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുക. ആ പ്രതീക്ഷയോട് കൂടി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തും, അതില് ചെറുതാവട്ടെ വലുതാവട്ടെ, അതിലൊരു നന്മയുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ബി എ ഹ്യൂമൻ ബീയിങ്. ഓക്കെ. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും, ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ട്: ആകാശത്തിന് താഴെ ഭൂമിക്ക് മേലെയുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരും. അറിയുന്നതാണെങ്കിൽ അറിയാത്തതാണെങ്കിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരികയും ചെയ്യുന്നുള്ളതാണ്. ആൻഡ് ഫീൽ ഫ്രീ ടു ആസ്ക് എനിത്തിങ്. ഓക്കെ. ഓക്കെ. മെയിൻ ആയിട്ട് ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ ഒരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. ഫാന്റസി വേൾഡ് എന്ന് പറഞ്ഞാല് കുറെ പേടികളും കുറെ നമ്മുടെ ചിന്താഗതികളൊക്കെ കൊണ്ട് ഇങ്ങനെ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൽ ഒന്നാമത്തെ പേടി അല്ലെങ്കിൽ ഒന്നാമത്തെ തോട്ട് എന്ന് പറയുന്നത് വാട്ട് പീപ്പിൾ വിൽ സേ എന്നുള്ളതാണ്. ആൾക്കാർ എന്ത് പറയും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആൻഡ് ആ ഒരു ചിന്ത ഇല്ലാത്തവരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ, ഒന്ന് നേരിട്ടൊന്ന് പരിചയപ്പെടാനാണ്. അതായത് ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, പറ്റുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യട്ടോ. ഒരു ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10, ഒരു 1 to 10 സ്കെയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്രത്തോളം നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് ആളുകൾ ഇത് എത്രത്തോളം കെയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ എത്രത്തോളം ചിന്തിക്കാറുണ്ട്? ഒരു 1 to 10 സ്കെയിലിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുകയാണ്. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേനും ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് എത്രത്തോളം ചിന്തിക്കാറുണ്ട് എന്നുള്ളത്. അതായത് നല്ലോണം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 കൊടുത്തോളൂ. ഇനി തീരെ അങ്ങനെ കെയർ ചെയ്യാറേ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1 കൊടുത്തോളൂ. ഇനി മിഡിൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 5 കൊടുത്തോളൂ. എങ്ങനെ അതിനനുസരിച്ച് ഒരു ഒരു നമ്പർ ഒന്ന് കമന്റ് ചെയ്യോ? പറ്റുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യും. ഒരു 1 to 10. 8. Then
നിങ്ങളുടേത് ഇനി പറയാനാണെങ്കിൽ ഓക്കെ 5 ദെൻ 5 8 നേരത്തെ 9 ആയിരുന്നു, ഇപ്പൊ 1. യെസ്, സന്തോഷം, നല്ല കാര്യം. ഓക്കെ, അതായത് ഇനി ഞാൻ ഇതിനുള്ള റീസൺ കൂടി പറഞ്ഞു തരാം കേട്ടോ. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്നുള്ളത് കൂടി പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, വി ലിവ് ഇൻ ദ സെന്റർ ഓഫ് അവർ യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ എല്ലാവരും എന്നിലേക്കാണ് അട്രാക്ഷൻ. അവരൊക്കെ എന്നെ കുറിച്ചാണ് ആലോചിക്കുന്നത്, അവരൊക്കെ എന്നെ കുറിച്ച് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള നമ്മുടെ ഒരു യൂണിവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരൊക്കെ എന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതില് വല്ലാതെ നമ്മൾ വറീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, എവ്രി വൺ ഈസ് കൺസ്യൂംഡ് ബൈ ദെയർ ഓൺ തോട്ട്സ്. ഒന്നാമത്തെ കാര്യം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഞാൻ നിങ്ങളോട് ഒന്ന് പേഴ്സണലി ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര ആളുകൾ ഇപ്പം വേറൊരാളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്? അയാൾ എന്താന്നാലും അങ്ങനെ ചെയ്തത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എത്ര ആളുകൾ വേറൊരാളെ കുറിച്ച് അയാൾ അങ്ങനെ ചെയ്തത് ശരിയായില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അതായത് ഇനി അഥവാ ആ സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്ന ഒരു കാര്യം പിന്നീട് നമ്മളത് അങ്ങനെ കൊണ്ടു കൊടുക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത്രേ ഉള്ളൂ. ഓരോരുത്തർക്ക് അവനവന്റെ കാര്യം തന്നെ ഉണ്ട് ആലോചിക്കാൻ. അതിനിടയിൽ ആരും നിങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ പോണില്ല. നമ്മൾ വെറുതെ ഒരു മൂഢലോകം നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുക. ഓരിനെ കുറിച്ച് എന്താ വിചാരിക്കുക? ഇനി വിചാരിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഇനി ഒരു വിചാരിച്ചു, then what? നിങ്ങൾ ആരെയാ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നത്? ഞാൻ പറയുന്നത് ഒന്നും കെയർ ചെയ്യരുത് എന്നല്ല. നമ്മുടെ വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്യണം, നമ്മുടെ മൊറാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. എല്ലാത്തിനും അപ്പുറത്തേക്ക് ഒറ്റ കാര്യം മാത്രം, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അല്ലാത്ത കാര്യങ്ങളൊക്കെ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് കരുതും. ഞാൻ എന്റെ കഴിഞ്ഞ സെഷൻ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് അതിൽ കുറെ ആളുകൾ ഇതിലുള്ളവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ആ പോസ്റ്റർ ഇടുന്ന സമയത്ത് എനിക്ക് വന്ന കമന്റുകൾ പലതും ഉണ്ട്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് ഇത് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ തിയറി മാത്രമേ ഉണ്ടാവുള്ളൂ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിയറി മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രാക്ടിക്കൽ ഉണ്ടാവും. ആൻഡ് യുനോ, ഞാനൊരു ഒരു മദ്രസ അധ്യാപകന് കൂടിയാണ്, ഒരു ഉസ്താദ് കൂടിയാണ്. ഒരു ഉസ്താദായിട്ടുള്ള ഒരു മനുഷ്യന് സെക്സ് എഡ്യൂക്കേഷൻ വലിയൊരു ഹെഡ്ലൈൻ കൊടുത്താണ്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ആളുകളുടെ മെന്റാലിറ്റിയിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുകയാണ്, പക്ഷെ ആളുകൾ അങ്ങനെ വിചാരിച്ചാലോ? ഞാനത് പോസ്റ്റ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം ഞാൻ അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും അത് എത്രത്തോളം അവർക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതും പങ്കെടുത്ത ആളുകൾക്ക് അറിയാം. ഓക്കെ, അതായത് ആളുകൾ ഒരിക്കലും നമ്മളെ കുറിച്ച് സദാസമയം നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ആരാ? അതിന് മാത്രം വലിയ മനുഷ്യന്മാരാ നമ്മളൊക്കെ. നമ്മളൊക്കെ ഒരു കുഞ്ഞു വട്ടത്ത് ഇട്ടാവട്ട ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ഓൺ വേൾഡിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇതേപോലെയാണ് ഓരോ പേഴ്സണും. അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് ചിന്തിക്കുന്നത് അവരിനെ കുറിച്ച്, നിങ്ങൾ ഓരെ കുറിച്ച് എന്ത് പറയും എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ അവർ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇപ്പോ എന്താണ് കുറച്ചു കാലം മുമ്പ്, ഇപ്പൊ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നല്ലോ. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അച്ഛനും അമ്മയും കൂടി ചേർന്ന്, രണ്ടാനച്ഛനും ചേർന്നിട്ട് കൂടി കൊന്നു. വളരെയധികം ക്രൂരമായിട്ടാണ് കൊന്നത്. നമ്മൾ എത്ര ദിവസം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു? ഒന്ന് ശരിക്കൊന്ന് ആലോചിക്കുക. നമ്മൾ എത്ര വട്ടം അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? കേട്ട സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. അതിന്റെ ശേഷം നമ്മൾ എത്ര വട്ടം അത്ര ക്രൂരമായ നീചമായ ഒരു കാര്യം ചെയ്ത അയാളെ കുറിച്ച് നമ്മൾ എത്ര വട്ടം ആലോചിച്ചിട്ടുണ്ട്? തീരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഈ പറയുന്ന നേരത്തെ ഒരു ന്യൂസ് കാണുമ്പോൾ ഓർമ്മ വരും എന്നല്ലാതെ. എന്നിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വിചാരിക്കൂലേ, അങ്ങനെ പറയൂലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം കൂടി റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ഐ എം നോട്ട് ടോക്കിംഗ് ടു യു, ഐ എം ടോക്കിംഗ് ടു മൈസെൽഫ് ഓൾസോ. ഞാൻ എന്നോടാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം എന്നോടാണ് പറയുന്നത്. കാരണം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന, ഒരു പക്ഷെ ഇപ്പോഴും ഉള്ള കുറെ കാര്യങ്ങളാണ് കേട്ടോ. ബട്ട് ഇതൊരു മിററാണ്. ഞാൻ എനിക്ക് നേരെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങൾക്ക് അതിൽ നിന്ന് ആശ്വാസം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാവുന്ന രൂപത്തിൽ. അതായത് ഒരു പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്, ഒരു 20-40-60 തിയറി എന്ന് പറയും.
20 വയസ്സിൽ വരെ, അതായത് 20 വയസ്സുകളിൽ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഓരെന്താ പറയാ, ആളുകൾ എന്ത് പറയും, ഓരെന്ത് വിചാരിക്കും. വി ആർ സോ ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. ഒരു 40 വയസ്സാകും, അതായത് നമ്മൾ അതിൽ ഹൊറിബിളി നമ്മളതിൽ കൺസേൺഡ് ആയിരിക്കും, അവരെന്നെ കുറിച്ച് എന്താ പറയാ, ആളുകൾ എന്താ വിചാരിക്കുക, ആളുകൾ എന്താ പറയാന്നുള്ളത്. ഒരു 40 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ, ഒരു 40 ഇയേഴ്സ് ഒക്കെ കണ്ട് കഴിഞ്ഞ് കുറച്ചാണ് കഴിയുമ്പോൾ വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ആളുകൾ എന്ത് പറഞ്ഞാൽ എന്ത്, ഒരു കുഴപ്പമില്ല എന്നുള്ള മെന്റാലിറ്റിയിലേക്ക് എത്തിച്ചേരും. ആൻഡ് 60 വയസ്സാകുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അവരൊന്നും നമ്മളെ കുറിച്ച് ചിന്തിക്കുകയേ ആയിരുന്നില്ല എന്നുള്ള റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് 20-40-60 എന്നുള്ള ഒരു തിയറി. നമ്മളെ കുറിച്ച് ആരും അങ്ങനെ വറീഡായി നിലകൊള്ളുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി പറയാട്ടോ. ദേ ആർ നോട്ട് ഗോണ ജഡ്ജ് യു ഫോർ എവർ. എല്ലാ കാലത്തേക്കും നിങ്ങൾ എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പോകും? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അടുത്തറിയാമായിരുന്ന ഒരാളുടെ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. അയാളുടെ എന്തോ ഒരു ഷോക്കിംഗ് ആയ ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ ഞെട്ടലിനെ കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. അത് എത്ര ദിവസം നിലനിന്നിരുന്നു? നിങ്ങൾ ഇപ്പോഴും അയാളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് നോട്ട്. യു നോ വൈ? ബിക്കോസ് നമ്മൾ എല്ലാ കാലത്തേക്കും ഒരു കാര്യത്തില്, ഒരാളും ഒരു കാര്യത്തെ കുറിച്ചും എല്ലാ കാലത്തും ആലോചിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നില്ല. എന്റെ ഓർമ്മയിലുണ്ട്, കൊണ്ടോട്ടിയില് ഒരു ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നൊരു മനുഷ്യൻ. ഓക്കെ, ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നു. ഒരു അരിമ്പ്രക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഹൈറുന്നീസ വധന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ, ഖദീജ വധന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അന്ന് ഇയാളെ കൊണ്ടോട്ടി അങ്ങാടിയിൽ കൊണ്ടുവന്ന സമയത്ത് കൊണ്ടോട്ടിയിൽ ഒന്നായിട്ട് ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു സംഭവം ഇവിടെ നാട്ടിൽ ആദ്യമായിട്ടാണ്. ആൻഡ് യുനോ, ആ സംഭവം കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ അതിനെക്കുറിച്ച് മറന്നുപോയി. അവർക്ക് സംസാരിക്കാൻ പുതിയ കാര്യങ്ങൾ കിട്ടി, അവർക്കറിയാൻ വേറെ കാര്യങ്ങൾ കിട്ടി. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾ എന്ത് പറയും എന്നുള്ളത്, നമ്മളുടെ വാല്യൂവും നമ്മുടെ മൊറാലിറ്റിയും പടച്ചോനെ പേടിയും പടച്ചോനുള്ള കാര്യങ്ങളിലും ഒന്നും നമ്മൾ ലംഘിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് ബോധേഡാവണ്ട. എല്ലാ കാലത്തും നിങ്ങൾ എത്രയൊക്കെ നന്മകൾ ചെയ്താലും, നിങ്ങൾ എങ്ങനെയൊക്കെ ആളുകൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്താലും, നിങ്ങൾക്കെതിരെ നിൽക്കാൻ ഒരാളെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് അവരെ കുറിച്ച് ബോധറിയേണ്ട ആവശ്യമില്ല. അതായത് പ്രവാചകരുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അമ്പിളി മാമിനെ 2 പിളർപ്പാക്കി, ഇങ്ങനെ ഇങ്ങനെ പിളർപ്പാക്കിയിട്ട് ഒരു പിളർപ്പിന് ആ അറ്റത്തേക്കും ഒരു പിളർപ്പിന് ഈ അറ്റത്തേക്കും കൊണ്ടുവച്ചിട്ട് പ്രവാചകര് പറഞ്ഞു, ഞാൻ ദൈവദൂതനാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നല്ലേ. അല്ലമി എന്ന് വിളിക്കുന്ന ആളുകൾ അത്രമേൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ നിന്നൊരു ഒരു കാര്യം പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞ ആളുകളില്ലേ? ആൻഡ് നിങ്ങൾക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരിക്കലും കഴിയൂല. എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കുക ഇസ് നോട്ട് പോസിബിൾ. ആ കാര്യം ആദ്യം മനസ്സിലാക്കിയാൽ മതി. അതിനെക്കുറിച്ച് വല്ലാതെ വറീഡ് ആവണ്ട. അവരെന്ത് വിചാരിക്കും? ഇനി അവർ വിചാരിച്ചു, then what? ഇപ്പം സത്യേട്ടനെ കുറിച്ച് ഞാൻ അങ്ങ് വിചാരിച്ചു, സത്യേട്ടൻ ഒരു നിങ്ങൾ ഭയങ്കര ക്രൂരനായ മനുഷ്യനാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് ചിന്തിക്കണം, എന്താണ് അയാൾ അത്ര, എനിക്ക് അയാൾ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ കുറെ ചിന്തിച്ചു. സത്യേട്ടന് ഇപ്പൊ അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും ഒരു പുൽക്കൊടിയെങ്കിലും അവിടെ അനങ്ങിയോ? ഞാൻ എന്റെ ദേഷ്യം ഞാൻ ഇവിടെ മനസ്സിൽ വിചാരിച്ചു എന്നുള്ളതുകൊണ്ട് ഒന്നുമില്ല. ആൻഡ് യുനോ, ഞാൻ ഇതിലുള്ള ഈ വന്ന ആളുകളൊക്കെ ഞാൻ കുറിച്ച് വിചാരിക്കുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച്, നിങ്ങൾ ഭയങ്കര മോശപ്പെട്ട ആൾക്കാരാണ്, നിങ്ങളെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. നിങ്ങൾ അത്ര വൃത്തികെട്ട ആളുകളാണെന്നൊക്കെ ഞാൻ ഇവിടുന്ന് മനസ്സിൽ നിന്ന് വിചാരിക്കുക. എന്ത് സംഭവിച്ചു? നത്തിങ് ഹാപ്പൻ. എന്റെ ആ ചിന്തകൾ അങ്ങനെ തുടർന്ന് പോകാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിലൊന്നും സംഭവിക്കാനില്ല. മനുഷ്യരെ നിങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ടത് ഒരാളെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പടച്ചവനെ തൃപ്തിപ്പെടുത്തിയാൽ മതി. അതിനപ്പുറത്തേക്ക് ഒരാളെയും നിങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ട. ആ വാല്യൂസും മോറൽസും നിങ്ങൾ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, ആളുകൾ എന്തൊക്കെ ചെയ്തോട്ടെ. ഓക്കെ. രണ്ടാമത്തത് രണ്ടാമത്തത് നമ്മളൊരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ നമുക്കുള്ള രണ്ടാമത്തെ നമ്മുടെ തോട്ട് കേട്ടോ. ഇനി അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, വാട്ട് പീപ്പിൾ വിൽ സേ. ആ തോട്ട് ആദ്യം മാറ്റി വെക്കുക. ആളുകൾ എന്താ പറയാന്നുള്ളത്. ആളുകൾ പറഞ്ഞോട്ടെ, അവര് പറഞ്ഞാൽ എന്താ? അവര് പറഞ്ഞ കുറച്ചു കാലം പറഞ്ഞു, നമ്മളതൊക്കെ കേട്ടു, അതങ്ങനാണ്ട് വെച്ചു, കഴിഞ്ഞു. ഞാനിപ്പോ ആ മെന്റാലിറ്റിയിലുള്ള ആളാണ് കേട്ടോ. ആളുകൾ എന്ത് വിചാരിച്ചു, ഐ ഡോണ്ട് കെയർ. എനിക്ക് എന്റെ പഠിച്ചവനെ ബോധ്യപ്പെടുത്തിയാ പോരെ, ഞാൻ എന്തിനാ ആളുകളെ ബോധ്യപ്പെടുത്തുന്നത്?
എനിക്ക് എന്റെ പഠിച്ചവനെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഞാൻ ഒരാളെയും എനിക്ക് അതിന്റെ പേരിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പഠിച്ചവനെ എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞതിന് പകരം പ്രശ്നമേ എനിക്കൊരു പഠിച്ചവൻ ഉണ്ട് എന്നുള്ള ലെവലിലേക്കാണ് ചിന്തിച്ച് തുടങ്ങിയപ്പോ പിന്നെ ഒക്കെ എളുപ്പമാണ്. ഒരാളോടും ദേഷ്യം തോന്നുന്നില്ല, ഒരാളോടും വെറുപ്പ് തോന്നുന്നില്ല. അയാളുടെ അടുത്ത് ഒരു മോശം സ്വഭാവം കണ്ടാൽ, അയാളുടെ അടുത്ത് ഒരു തെറ്റായ ഒരു ചിന്ത, ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ ആ മെന്റൽ സ്റ്റേറ്റ് അങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അയാളൊരു പാവം മനുഷ്യൻ. എനിക്ക് അതിന്റെ പേരിൽ ഞാൻ അയാളോട് വെറുപ്പ് വെച്ച് നടന്നിട്ട് എന്ത് സംഭവിക്കാനാ? ഇപ്പൊ ഈ മൊമെന്റിൽ എനിക്ക് പറയാൻ പറ്റും, എന്റെ മനസ്സിൽ ഒരാളോട് ഒരു വെറുപ്പുമില്ല, ഒരാളോട് ഒരു ദേഷ്യവും ഇല്ല. ആ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് രസാന്നറിയോ? ആളുകൾ എന്തൊക്കെ പറഞ്ഞു, എന്നെ കുറ്റം പറയുന്ന ആളുകൾ, എന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവും. പക്ഷെ എനിക്ക് അവരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരെല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടാവാം, അവരെന്നെ മോശമായി കാണുന്നുണ്ടാവാം. പക്ഷെ എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാല് ഞാൻ അവരോടൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം എന്നോട് എനിക്കുണ്ട്. എന്റെ മനസ്സാക്ഷിയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസമുണ്ട്. അതുള്ള കാലത്തോളം പിന്നെ അതെന്നെ ബോധം കാര്യമല്ല. രണ്ടാമത്തത്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഫിയർ ഓഫ് ഫെയിലിയർ. അതെങ്ങാനും തോറ്റാലും, അതെങ്ങാനും മോശമായാലും, അതെങ്ങാനും അല്ലെ? ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും. അപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ക്ലാസ് എടുക്കാൻ ഒരു ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചെയ്യാതിരിക്കണമെങ്കിലുള്ള ഫസ്റ്റ് റീസൺ എന്താ? അതെങ്ങാനും പൊട്ടിയാലോ, അതെങ്ങാനും ശരിയായിട്ടില്ലെങ്കിലോ. ആൻഡ് നിങ്ങളെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. നിങ്ങൾ അതെങ്ങാനും പരാജിതമായി പോവോ എന്ന് വിചാരിച്ചിട്ട് അതെങ്ങാനും വേണ്ടാന്ന് വെച്ചിരുന്നുവെങ്കിൽ അത് എത്ര വലിയ നഷ്ടമായി പോയേനെ. ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവുമ്പോൾ അതിന്റെ കൂടെ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത് പെർഫെക്ഷനിസം. പേടി കൂടുമ്പോ, പേടി വല്ലാതെ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാല് നമ്മൾ ആ കാര്യം ചെയ്യാതിരിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ തേടും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പെർഫെക്ഷനിസം. നമ്മളെ കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഇങ്ങനെ അത് ശരിയായിട്ടില്ല, അത് പെർഫെക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്, അത് ഓക്കെ ആയി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ചെയ്യും എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ നമ്മളെ തന്നെ കൊണ്ടെത്തിക്കും. ഫൈനലായിട്ട് എന്താ സംഭവിക്കാന്നറിയോ? ആ കാര്യം ചെയ്യാതെ ചെയ്യാതെ അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എന്റെ ഈ ഹോപ്സ് ഓഫ് ടോക്സ് തുടങ്ങാൻ വൈകി പോയത് അങ്ങനെയാണ്. അതെങ്ങാനും ആളുകൾ കയറിയിട്ടില്ലെങ്കിലോ, ആളുകൾ എങ്ങനെ അതിൽ എത്തിയിട്ടില്ലെങ്കിലോ, എന്റെ ക്ലാസ് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യം ഇല്ലെങ്കിലോ. യുനോ സ്റ്റക്ക് ആയിട്ടില്ലല്ലോ? എനിക്കൊരു കോള് വന്നിരുന്നു. അപ്പൊ സ്റ്റക്ക് ആയിട്ടില്ലല്ലോ വീഡിയോ? ഇല്ല, ഓക്കെ. അപ്പോ ഈ തോട്ടിലൂടെ ഞാൻ കുറെ കാലം ഇങ്ങനെ പോയി അതിന്റെ പേരിൽ അഥവാ ആളുകൾക്ക് അതിൽ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിലോ, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം വെക്കുമ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ്, ആളുകൾ ഭയങ്കര ടയർഡ് ആയിട്ട് എങ്ങനെയായിരിക്കും ക്ലാസ്സിൽ കയറും ഇല്ല എന്നൊക്കെ പേടിച്ച് 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 പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തോന്നി, ഒരാൾ വന്നാലും അയാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ. എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരാള് സൂയിസൈഡ് ചെയ്തു. എന്റെ കൂടെ പഠിച്ചിരുന്ന പറഞ്ഞാൽ എന്റെ കൂടെ ബി.എഡിന് പഠിച്ചിരുന്ന ഒരു ആള്. ആൻഡ് ഫോർ 2 to 3 days എന്നത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിരുന്നു. കാരണം ഞാൻ ആലോചിച്ചൊരു കാര്യം ഇതാണ്, ഒരു പക്ഷേ അയാൾക്ക് ആരെങ്കിലും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ആ മരണം ഒരുപക്ഷെ സംഭവിക്കില്ലായിരുന്നു. അയാൾക്ക് പക്ഷെ അയാളുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ ഒരു ഇടം അയാൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അയാൾക്ക് ഇത്ര പെട്ടെന്ന് ആ ജീവിതം ഇല്ലാതാക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ ഇപ്പൊ എല്ലാവരോടും പറയാറുണ്ട്, എന്നെ അറിയുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ അറിയാത്തവരോടും പറയും, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് സംസാരിച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. എല്ലാത്തിനും പരിഹാരം കാണാൻ എന്നെ കൊണ്ട് കഴിയൂല, പക്ഷെ അവർക്കത് പറയാൻ, ആ ഭാരം ഇറക്കി വെക്കാൻ, ആ ഭാരം ഷെയർ ചെയ്യാൻ ഞാനും കൂടി ഉണ്ടാകുന്നുള്ള ഉറപ്പ് എനിക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരൊറ്റ റീസണിലാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു സെഷൻ തുടങ്ങാനുള്ളൊരു കാരണം. ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടങ്ങൾ പറയാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫീലിംഗ് ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ട്, ആരോടും പറയാൻ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു കൺ ടോക്ക് ടു മീ. ഞാനൊരു കൗൺസിലിംഗ് ഇരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ, ഞാൻ സർട്ടിഫൈഡ് കൗൺസിലർ ഒന്നും അല്ല. ഇനി ഇതുകൂടി ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് വിചാരിക്കരുത്.
നിങ്ങൾ ആകെ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് അയാൾ എന്തോരം നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, തങ്ക സാർ എന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത്. ഞാൻ എല്ലായ്പ്പോഴും ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു ഷെയർ ചെയ്യാൻ ഒരാളെയാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. വാട്സാപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ എന്റെ നമ്പർ നിങ്ങൾക്ക് അഡ്മിൻ ആയിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും എന്നുള്ളത് അതിന്റെ ഇടയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. മറ്റൊന്ന്, ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ വരാവുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. തോൽക്കുന്നുള്ള പേടി ഉണ്ടാകും തോറും മാറ്റി വെക്കാനുള്ള ത്വര കൂടിക്കൊണ്ടിരിക്കും. നാളെ ആവട്ടെ, അത് പിന്നെ ആവട്ടെ, അത് ശരിയാക്കാം, അത് അങ്ങനെയാക്കാം, അത് ഇങ്ങനെയാക്കാം. ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻസ്, അതൊരിക്കലും നടക്കാൻ പോണില്ല. അതൊരിക്കലും നടക്കാൻ പോണില്ല. അത് ശരിയായിട്ടില്ല. അത് ഇനി ടൈം ഉണ്ടല്ലോ, അത് ഒക്കെയാണ് ഞാൻ ചെയ്യാത്തത് ഇന്ന കാരണം കൊണ്ടാണ്. നമ്മൾ അതിനുള്ള റീസൺസ് കണ്ടെത്തും. അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഓക്കെ, ഞാൻ എന്നോ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇപ്പോഴും ചെയ്തു തന്നിട്ടില്ല. ആരാണെന്നുള്ളത് ഏതായാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നില്ല. അപ്പോ എന്തായാലും പ്രോക്രാസ്റ്റിനേഷൻ ആണ് ഇതിൽ സംഭവിക്കാൻ പോണ രണ്ടാമത്തെ കാര്യം. ഇതെങ്ങാനും ശരിയായിട്ടില്ലെങ്കിലോ, അത് തെറ്റിപ്പോയാലോ, പ്രശ്നമായി കഴിഞ്ഞാലോ, മനുഷ്യന്മാരെ തെറ്റിപ്പോയി, then what? നിങ്ങൾക്ക് തെറ്റി, നിങ്ങൾ ആ കാര്യം ചെയ്തു, നിങ്ങളത് തെറ്റി. എത്ര കാലം ആളുകൾക്ക് അത് ഓർമ്മ ഉണ്ടാകും? അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ കുറിച്ച് അയ്യേ അത് തെറ്റിപ്പോയി. നിങ്ങൾ ഒരാള് ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കാണ് കേട്ടോ. നിങ്ങൾ ഒരാള് സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാള്, അയാള് പെർഫോം ചെയ്യുന്നതിന്റെ ഇടയിൽ അയാൾക്ക് തെറ്റിപ്പോയി. നിങ്ങൾ അയാളെ കുറിച്ച് അയാൾ വളരെ മോശമായിട്ടാണോ എന്ന് വിചാരിക്കുക? അതല്ല, അയ്യോ പാവട്ടെ, അത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് അയാൾക്ക് എന്തേ സംഭവിച്ചാവില്ലേ? ഏതാ നമുക്ക് ഫീൽ ചെയ്യാം? നമുക്ക് ഏതാ പേഴ്സണലി ഫീൽ ചെയ്യാം? അയ്യോ പാവല്ലേ. ഞാൻ എന്നെ കുറിച്ചാട്ടോ പറയുന്നത്. ഒരാൾക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അയ്യോ പാവം, അയാൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യായിരുന്നല്ലോ, അടിപൊളിയായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഫെയിലിയർ ഈസ് നോട്ട് ആൻ എൻഡ്. അത് ആദ്യം മനസ്സിലാക്കുക. തെറ്റിക്കോട്ടെ, തെറ്റുകൾ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മനുഷ്യനല്ലല്ലോ. തെറ്റുകളിൽ സംഭവിക്കാത്ത മനുഷ്യനില്ലല്ലോ. തെറ്റുകളില്ല, സംഭവിച്ചിട്ടില്ല. യു ആർ നോട്ട് എൻ ഹ്യൂമൻ ബീയിങ്. ആ തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ സംഭവിച്ച് അത് ഓരോ തവണ സംഭവിക്കുമ്പോഴും, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ മതി. അവർക്കൊക്കെ ഉണ്ടാകും പരാജയപ്പെട്ടു പോയതിന്റെ ഒരു കഥ പറയാനുണ്ടാകും. പരാജയപ്പെടാനില്ലാത്തവന്, വേദനകളില്ലാത്തവന് വിജയം ഉണ്ടാകൂല എന്നല്ലേ. സോ ആർ യു അഫ്രൈഡ് ഓഫ് എനിത്തിങ്? ആർ യു ഫിയർ ഓഫ് ഫെയിലിയർ? ഇൻ ഫിയർ ഓഫ് ഫെയിലിയർ, ദെൻ നിങ്ങൾ നല്ല പാതയിലാണ്. ആ കാര്യം ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ബ്രെയിന് നമുക്ക് നിങ്ങളോട് നിരന്തരം നമ്മളെങ്ങനെ ഒരു ബ്രെയിൻ എപ്പോഴും ഒരു കംഫർട്ട് സോൺ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർവൈവൽ മോഡിലേക്ക് എപ്പോഴും ബ്രെയിൻ മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് കംഫർട്ട് അല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും നമ്മുടെ ബ്രെയിന് നമ്മൾ ചിന്തകൾ അങ്ങനെ ഇട്ട് വന്നുകൊണ്ടിരിക്കും. അതാ കുറെ ബാരിയേഴ്സ്. ഓക്കെ, കുറെ ബാരിയേഴ്സ്, അത് അങ്ങനെ സംഭവിക്കും, ഇതിങ്ങനെ സംഭവിക്കും. ഞാൻ ക്ലാസ് എടുക്കാൻ ഫസ്റ്റ് ആയിട്ട് പോണ സമയത്ത് ഞാൻ മനസ്സിലാലോചിച്ചിരുന്ന കാര്യമായിരുന്നു, ഞാനൊരു വിഷയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുട്ടികൾ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ആളുകൾക്ക്, പാരന്റ്സിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? എന്താ ചെയ്യാൻ? ഒന്നും ചെയ്യാല്ല. ഞാൻ സ്റ്റക്ക് ആയതാണോ? നിങ്ങൾ എല്ലാവരും സ്റ്റക്ക് ആയതാണോ? ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വൈഫൈ ഇല്ല, അപ്പം എന്റെ നെറ്റാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൾ വരുമ്പോൾ ഒക്കെ ഇതിങ്ങനെ നെറ്റ് കട്ടായി പോകും. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ബ്രേക്ക് ആയി പോവാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് വോയിസ് ഓൺ ആക്കി പറഞ്ഞാൽ അത്രയും നല്ലത്. ഇപ്പൊ ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. Then, ഇനി അഥവാ നിങ്ങൾക്ക് തെറ്റൊന്നും വല്ലാതെ പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടി, അത് തെറ്റിപ്പോവോ എന്നുള്ള പേടിയുണ്ട് എങ്കിൽ, പ്രിപ്പയർ ഫോർ ദ ബെസ്റ്റ് വേഴ്സ്റ്റ് കേസ് സിനാരിയോ. ഇതിൽ ഏറ്റവും അപകടം പിടിച്ച, അല്ലെങ്കിൽ ഏറ്റവും സംഭവിക്കാൻ പോണ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ആദ്യം ആലോചിക്കുക. നിങ്ങൾ ആ തെറ്റ് അത് മനസ്സിൽ ആലോചിച്ചാൽ പോരാട്ടോ, അത് എഴുതി വെക്കുക. അതായത് ഇപ്പോ ഉദാഹരണം പറയാം, സൈഫുന്നിസ മാം ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ സൈഫുന്നിസ മാം അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ പേടി, അയ്യോ ഞാൻ എങ്ങനെയൊക്കെ ഇത് ചെയ്താൽ ശരിയാവുക, ഞാൻ ചിലപ്പോൾ പറഞ്ഞ വിഷയം ചിലപ്പോൾ മറന്നുപോയി കാണും, ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് പോയാലോ. അവ എഴുതി വെക്കുക. ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം മറന്നുപോയാൽ ഞാൻ എന്ത് ചെയ്യും? ഇതെനിക്ക് പേടിയുണ്ട്. ഒന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ്, അടുത്ത ആലോചിക്കുക, എനിക്കെങ്ങാനും പോയിന്റ്സ് കിട്ടാതെ ആയാലോ?
അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എനിക്കെങ്ങാനും പോയിന്റ്സ് കിട്ടാതായാൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനെ എഴുതി വെക്കാൻ നോക്കി, പേടിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം വളരെ കുറയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനെ കുറിച്ച് അവെയർ ആണ് എന്നുള്ളത് നമ്മുടെ ബ്രെയിനിന് കിട്ടിക്കഴിഞ്ഞാൽ ബ്രെയിന് പിന്നെ നമുക്ക് കൂടുതൽ സാധനം തരൂല. ബ്രെയിന് പറയും "ഈ ചങ്ങായി ഇതൊക്കെ കൂടി കൊണ്ടേക്കാണ് ചെയ്യാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് വല്ലാതെ അവനെ ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബ്രെയിന് നമുക്ക് ആ പേടി കുറച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഈ രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങൾ എഴുതി കഴിയുമ്പോഴേക്കും നമുക്കൊന്നും എഴുതാനില്ലാതെയാവും. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇൻ കേസ് ഇതൊക്കെ സംഭവിച്ചു എന്ന് തന്നെ വിചാരിക്കുക. സൈഫുൽ ഇസ്ലാം ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാണ്, ആ സമയത്ത് പോയിന്റ് കിട്ടാതാണ് സ്റ്റക്ക് ആയിപ്പോയി. ഓക്കെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സ്റ്റക്ക് ആയിപ്പോയി, എനിക്ക് കിട്ടുന്നില്ല. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നതിന് പകരം ഞാൻ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാണ്, പിന്നെ നിങ്ങൾ സോറി കേട്ടോ, ഞാൻ കുറെ പോയിന്റുകൾ പ്രിപ്പയർ ചെയ്തിരുന്നു, പക്ഷെ ഇതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ പക്ഷെ അടുത്ത സെഷനിൽ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഈ കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞു തരൂട്ടോ എന്ന് പറഞ്ഞാൽ ആ ഹോണസ്റ്റിയെ വാല്യൂ ചെയ്യുന്ന കുറച്ച് ആളുകളെങ്കിലും ഇതിലുണ്ടാവൂലേ? നെക്സ്റ്റ് സെഷനിൽ അവർ കയറൂലേ? നെക്സ്റ്റ് സെഷനിൽ അവർ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവൂലേ? നിങ്ങൾക്ക് പറയാനുണ്ട് എന്നതിനപ്പുറത്തേക്ക് അവർക്ക് കേൾക്കാനുള്ള എന്തോ ഒന്ന് നിങ്ങളുടെ അടുക്കലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഞാനിവിടെ ഉണ്ടാകൂല. ഞാനിത് പറയുമ്പോൾ ഞാൻ പറയാനുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് കേൾക്കാൻ നിങ്ങളുണ്ട് എന്നുള്ളതാണ്. മൂസ, നമ്മുടെ ബൈബിളിലൊക്കെ പറയുന്ന മോസസ് എന്ന് പറയും. മോസസ് ഫിറൗവിന്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്, ഫറോവയുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. പോകുമ്പോ പടച്ചോന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് ഫറോവയോട് നല്ല കാര്യങ്ങൾ, ഫിറൗവിനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ മൂസ അലൈഹി ഇസ്ലാം പറയുന്ന ഒരു വാക്കുണ്ട്, അത് എങ്ങനെയല്ലേ? റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പഠിച്ചോനെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാക്കണേ. അതായത് ഒരാൾക്ക് നമ്മളൊരു അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിൽ നിന്ന് അയാൾക്ക് എന്തോ കിട്ടാനുണ്ട്, അതുകൊണ്ട് നമ്മളുടെ ഇന്റൻഷൻ നന്നായാൽ മതി. നമ്മുടെ ഇന്റൻഷൻ നന്നായാൽ മതി. നമ്മളിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചോട്ടെ, ആ തെറ്റുകൾ കൂടി ഉൾക്കൊള്ളാവുന്ന രൂപത്തിലുള്ള ഒരു സൗഹൃദ വലയം നമുക്കുണ്ടെങ്കിൽ, ആ രൂപത്തിലുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര രസമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു കാര്യം തെറ്റായി വിളിച്ചു പറഞ്ഞാലും സത്യൻ സാർ എന്നോട് ധൈര്യമായിട്ട് പറയും, സാറേ അതായത് അങ്ങനെ ഒരു തെറ്റുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിലുള്ള ഞാൻ സത്യൻ സാർ അങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞത് സത്യൻ സാർ അങ്ങനെ വീഡിയോയിൽ കാണുന്നോണ്ടാണ് കേട്ടോ. അപ്പോ അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സാറേ? ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ എത്രത്തോളം ഞാൻ ഓണസ്റ്റി ആവുന്നുവോ അത്രത്തോളം ആളുകളെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞതിന്റെ പേരിൽ, ഓണസ്റ്റ് ആയതിന്റെ പേരിൽ ഒരിക്കലും ഒരാൾ നമ്മളെ വെറുക്കാൻ പോണില്ല. അയാൾക്ക് നമ്മളോടുള്ള റെസ്പെക്ട് കൂടുകയേ ഉള്ളൂ, അയാൾക്ക് നമ്മളോടുള്ള സ്നേഹം കൂടുകയേ ഉള്ളൂ, അയാൾക്ക് നമ്മളോടുള്ള കാഴ്ചപ്പാട് നല്ല രൂപത്തിലാവേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഞാൻ മുമ്പ് ആ, പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ അത്ര വലിയ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, യു ക്യാൻ കോണ്ടാക്ട് മീ. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരം ഞാൻ തരാം. കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ, പക്ഷെ അവരോട് ഇനി അവരാരും ഇല്ലെങ്കിൽ നിങ്ങളെ കേട്ടിരിക്കാൻ ഞാൻ ഉണ്ടാവും. ഓക്കെ, അപ്പോ അത്രേ ഉള്ളൂ അതില്. നിങ്ങൾ തയ്യാറായാൽ മതി, റെഡി ആയാൽ മതി. തോറ്റോട്ടെ, ബട്ട് അടുത്ത തവണ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഒന്നുകൂടി നന്നാവും. അതിലും നിങ്ങൾ ഫെയിലിയർ ആണോ, ദെൻ മറ്റേ ആ പ്രസംഗം ഉണ്ടല്ലോ, ഒരു ഓസ്കാർ കിട്ടിയിട്ട് ഒരു കൊറിയർ മനുഷ്യൻ പറയുന്ന ഒരു പ്രസംഗം ഉണ്ടല്ലോ, ഫെയിൽ അഗെയിൻ, ട്രൈ അഗെയിൻ, ഫെയിൽ അഗെയിൻ, ഫെയിൽ ബെറ്റർ. ഒരു കുഴപ്പമില്ല, തോറ്റു എന്ന് വിചാരിച്ചത് അതൊരു മോശം കാര്യമല്ലല്ലോ. സോ കാൽക്കുലേറ്റ് ചെയ്യുക, ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. ആ പ്രിക്കോഷൻസിൽ നമ്മൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ തല്ലി വല്ലി വിട്ടോളുക, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സ്കെയർഡ് യു ആർ നോട്ട് റെഡി. അടുത്ത കാര്യം അതാണ്, നമ്മുടെ മൂന്നാമത്തെ ഒരു തോട്ട് അതാണ്, ഞാൻ റെഡി അല്ല എന്നുള്ളൊരു തോട്ട്. നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് യു ആർ നോട്ട് റെഡി, ദാറ്റ് ഫീലിംഗ് ഈസ് നോട്ട് ഗോൺ എവേ. ഇത് ഒരിക്കലും ഇല്ലാതാകൂല. നിങ്ങൾ ആദ്യമായിട്ട് ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങിയ ആളാണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മതി, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആലോചിച്ചാൽ മതി, ഞാൻ ഇതിന് റെഡി അല്ലോ എന്നല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകും. ഇഫ് യു ആർ നോട്ട് ഇഫ് യു ആർ ഫീലിംഗ് യു ആർ നോട്ട് റെഡി, അത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. പക്ഷെ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, അതായത് നമ്മുടെ മൈൻഡിൽ പടച്ചറമ്പ് ഒരു ചിന്ത ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ
നിനക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ റബ്ബ് നമ്മുടെ ചിന്തയിൽ ഇട്ട് തരുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇട്ട് തരൂല. കാരണം പടച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് പറഞ്ഞത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത്. അതായത് ഒരു മനുഷ്യനും താങ്ങാൻ കഴിയാത്തതിനപ്പുറമൊന്നും പടച്ചോൻ കൊടുക്കൂല. അതിന്റെ മറ്റൊരു അർത്ഥം കൂടി ഉണ്ട്. അതായത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ പടച്ചോൻ ഇട്ട് കൊടുക്കുള്ളൂ. ഇത് ചെയ്യാൻ കഴിയൂല എന്ന് തോന്നൽ എങ്ങനെയാണ്? യു ആർ നോട്ട് റെഡി എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് റിയൽ. അത് സത്യമല്ല, അത് യാഥാർത്ഥ്യമല്ല. നമ്മൾ ആരെങ്കിലും റെഡിയാണോ? ഏത് കാര്യത്തിന് നമ്മൾ റെഡി ആയിട്ടുള്ളത്? നിങ്ങൾ റെഡിയായി ചെയ്തൊരു കാര്യം പറഞ്ഞ് ഐ എം റെഡി എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു കാര്യം ആലോചിച്ച് നോക്കിക്ക്. ഏതൊരു കാര്യത്തിലും എന്തെങ്കിലും ഒന്നുണ്ടാകും കുറവുള്ളത്. ബട്ട് സ്റ്റിൽ അത് ചെയ്യുമ്പോ, നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ആ കാര്യം നമുക്ക് വേണ്ടി ബാക്കിയുള്ളതൊക്കെ ഓർഡർ ആയിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഞാൻ അതുവരെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റിന്റെ ആളായിരുന്നു. എപ്പോഴും ഒരു കാര്യം പെർഫെക്റ്റ് ആവണം, പെർഫെക്റ്റ് ആവാഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഐ എം നോട്ട് റെഡി എന്നുള്ളതായിരുന്നു. ബട്ട് ഏതോ ഒരിക്കൽ ആരോ പറഞ്ഞൊരു വാക്ക്, നിങ്ങളത് പെർഫെക്റ്റ് ആയില്ല, ബട്ട് എന്നാലും നിങ്ങൾക്ക് പറയാനുള്ള, നിങ്ങൾ അറിയാനുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കുള്ളത് നിങ്ങൾക്ക് കൊടുത്തൂടെ? അങ്ങനെ എന്തോ ഒരു കാര്യം കേട്ടതിന് ശേഷം, മറ്റൊന്ന്, ഈ ഒരു വാക്കാണ് എന്നെ ഏറ്റവും എന്നെ ഇത് ചെയ്തിട്ടുള്ളത്, ട്രിഗർ ചെയ്തിട്ടുള്ളത്. പടച്ചോൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഇട്ട് തരൂല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്തോളുക. നിങ്ങൾ റെഡി ആണോ അല്ലേ എന്നുള്ളത് അത് കാര്യമാക്കണ്ട. ഇനി അടുത്ത കാര്യം, ഇത് പല ആളുകൾക്ക് ഇപ്പൊ പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ പ്രയാസം ഇല്ല എന്നുണ്ടെങ്കിലും, കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു പ്രായമുള്ളവരാണെങ്കിൽ പോലും ഇപ്പൊ ഉള്ളൊരു മറ്റൊരു പേടിയാണ് സ്കെയർഡ് ഓഫ് നമ്മുടെ മോക്കറി, കളിയാക്കുക. ശരി, അവരൊക്കെ എന്നെ കളിയാക്കൂലേ ആ കാര്യം ചെയ്താൽ? അത് അങ്ങനെ ആക്കി എങ്ങനെ ആവൂലേ? ഓക്കെ. അപ്പോ ഞാന് എന്റെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണിത്. കളിയാക്കുന്ന ആൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ എന്താണെന്നറിയോ? കളി ആയി കൊടുക്കുക എന്നുള്ളതാണ്. കളി ആയി കൊടുക്കുക. ഇപ്പൊ ഞാൻ സൈഫുൽ ഇസ്ലാമിനെ നോക്കിക്കാണ്ട് പറയാണ്, എന്താണ് നിങ്ങളെ കോലം? ഒരു ഓൺലൈൻ സെഷനിൽ വന്നിരിക്കുന്ന കോലാണ് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ സൈഫുൽ ഇസ്ലാം പറയാണ്, ശരിയല്ലേ, എന്താ എന്റെ കോലം? നന്നാവണല്ലേ? ഞാൻ എന്താ ഞാൻ അടുത്ത് പറയാൻ പോണേ? ഇപ്പൊ മനസ്സിലാവണുള്ളൂ. എനിക്കിപ്പോ മനസ്സിലാവുന്നുള്ളൂ. ഇനി ഞാൻ എന്താ പറയാൻ പോണേ? അതേസമയം സൈഫുൽ ഇസ്ലാം എന്നോട് പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ, ഓ, പറഞ്ഞ ആളിപ്പോ വലിയ മുന്തിയ കോലത്തിലാണല്ലോ ഉള്ളത്, എന്താ ഇപ്പൊ നിങ്ങളെ കോലം? ആദ്യം സ്വന്തം മോന്തം നന്നാക്കിയിട്ട് മതി. എനിക്ക് പറയാൻ കൂടുതൽ ആർഗ്യുമെന്റ്സ് കിട്ടി. അപ്പൊ ഞാൻ പറയാണ്, മൊത്ത കണ്ണട കണ്ടില്ലേ? അപ്പൊ തിരിച്ച് പിന്നെ മുഖത്ത് വെച്ചാൽ പിന്നെ കുന്താണല്ലോ കയറ്റി വെച്ചിട്ടുള്ളത്, സ്വന്തം മുഖത്ത്, ആദ്യം സ്വന്തം മുഖം നോക്കി പറയുന്നതിനനുസരിച്ച് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടല്ലോ, അതായത് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പോസ്റ്റർ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇട്ടപ്പോ എന്റെ ഫ്രണ്ട് സർക്കിളിൽ പെട്ട കുറച്ച് ആളുകൾ ഇതിനെ കളിയാക്കിയിട്ട് ചോദിച്ചു, ഇതിന് പ്രാക്ടിക്കല് അല്ല, തിയറി മാത്രം ഉണ്ടാവുമോ, പ്രാക്ടിക്കൽ ഉണ്ടാവുമോ എന്നുള്ളത്. ഇതെന്താണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള ആളാണ്, നിങ്ങൾ എന്തായാലും സെഷൻ കേൾക്കണം കേട്ടോ. അപ്പൊ അതിന്റെ തൊട്ട് താഴെ ഒരുത്തന്റെ കമന്റ്, ആ, ഓ, ഭയങ്കര ഒരു പണ്ഡിതൻ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെ തൊട്ട് താഴെ കമന്റ് ചെയ്തു, അൽഹംദുലില്ലാ, ബുദ്ധി ഉണ്ടെന്നെങ്കിലും തോന്നുന്നുണ്ടല്ലോ. പിന്നെ അയാളൊന്നും കമന്റ് ചെയ്തിട്ടില്ല. ഇയാൾ എന്താ ഞാൻ പറയാൻ പോണത്? അയാൾക്ക് ഇനി എന്താ പറയാനുള്ളത്? എടാ, എന്റെ ക്ലാസ് വളരെ മോശമാണ്. ആടോ, എനിക്കും തോന്നിയിട്ടുണ്ട് വളരെ മോശമാണ്. ശരിയാവുമായിരിക്കും? ഒരിക്കലും ശരിയാവാൻ പോണില്ല. ഇല്ലല്ലേ? എന്തായാലും നോക്കാം. ശരിയായില്ലെങ്കിൽ അങ്ങനെയാണ് പോട്ടെ, ആയാലും അങ്ങനെയും പോട്ടെ. യുനോ, കളിയാക്കുന്നതിന് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന മാർഗം കളി ആയി കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ അത് ചെയ്യുന്ന ആളാ. എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ആരെങ്കിലും എന്നെ കളിയാക്കാൻ വന്നാൽ ഞാൻ കളിയായി കൊടുക്കും. എന്താ ചെങ്ങായി എന്റെ കോലം? ആലേ, എന്താ എന്റെ കോലല്ലേ? ചെങ്ങായി വൃത്തിയിൽ നടന്നൂടെ? എനിക്കും പോയി ഉണ്ടടാ അങ്ങനെ വൃത്തി നടക്കാൻ, പക്ഷെ പറ്റണില്ലടാ. കഴിഞ്ഞു. ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് അയക്കൊന്നും പറയാനുണ്ടാകൂല. സോ അതിനെ കുറിച്ച് ഓവറായിട്ട് പറയടാവണ്ട. നമ്മളെ കളിയാക്കുന്നതിനനുസരിച്ച് അങ്ങോട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് മനസ്സിലാക്കണ്ട. പണ്ട് ഒരാള്, ഒരു ഒരു വന്യ വയോധികനായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബേക്കുന്ന ഒരാള് അയാളെ നായ, പന്നി, പട്ടി ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു. ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഇയാള് തിരിച്ചു പറഞ്ഞു, വെണ്ടക്ക, അതേപോലെ ചെരങ്ങ, മത്തങ്ങ, പാവക്ക, പയറ് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുന്ന ഒരാളോട് ഇയാളോട് ചോദിച്ചു, അയാൾ നിങ്ങൾ അത്ര തോന കാര്യങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ എന്താ പച്ചക്കറിയുടെ പേര് പറയുന്നത്?
അപ്പൊ അദ്ദേഹം പറഞ്ഞു, സൗമ്യമായിട്ട് പറഞ്ഞു, അയാൾ തിന്നുന്ന കാര്യങ്ങളുടെ പേര് അയാൾ പറഞ്ഞു, ഞാൻ തിന്നുന്ന കാര്യങ്ങളുടെ പേര് ഞാനും പറഞ്ഞു. ആ മെന്റാലിറ്റി മതിയില്ലേ? നമ്മളൊരാള് കളിയാക്കുന്നുണ്ട്, പാവം, അയാൾ അയാളുടെ വീട്ടിലുള്ള അവസ്ഥകളൊക്കെ ആലോചിച്ചിട്ട് വിളിക്കുക എന്ന് മനസ്സിലാക്കിയാ പോരെ? ആ കളിയാക്കല് അപ്പുറത്തേക്ക് നമ്മളത് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഫീൽ ആയി തോന്നും. നമുക്കത് ഇറക്കി വെക്കാൻ പറ്റാത്തൊരു ഭാരമായി തീരും. അത് വേണ്ട, കളിയാക്കുമ്പോൾ കളിയായി കൊടുക്കുക. അതിനേക്കാൾ മധുരമായ ഒരു പ്രതികാരം അയാൾക്ക് കൊടുക്കാനില്ല. എന്നോട് ഒരു ദിവസം ഒരിക്കലും ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, എന്താണ് ചെങ്ങായി എന്റെ കോലം? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നിങ്ങളെ നല്ല കാണാൻ അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യൻ എനിക്ക് പിന്നെ എന്നോടൊന്നും പറയാനില്ല. എന്നോട് ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല കേട്ടോ, ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, ആ ഇൻഷാ അള്ളാ ഞാൻ ശ്രദ്ധിച്ചോളാം, പക്ഷെ നിങ്ങളെ നിങ്ങളെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അയാളോട് പറഞ്ഞു, അയാൾ ഇപ്പൊ ഏറ്റവും നല്ല കൂട്ടുകാരാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അത്രേ ഉള്ളൂ. നമ്മളെ കളിയാക്കലുകൾക്ക് ഒക്കെ ആ ഒരു ആയുസ്സേ ഉള്ളൂ. അതേസമയം നമ്മൾ അത് ഇങ്ങോട്ടെടുത്ത് അതേ ഫോഴ്സിൽ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വേസ്റ്റ് എനിമി ആയിട്ട് അയാൾ മാറും. നമ്മുടെ മൈൻഡിൽ ഒരു കാര്യമില്ലാത്തൊരു വേസ്റ്റ് നമ്മൾ കൊണ്ടു നടക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്നറിയോ? ലോകത്തെ ഏറ്റവും കൂടുതൽ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന സ്ഥലം ഏതാ? ആ, നമ്മുടെ തലച്ചോറാ. നമ്മുടെ തലച്ചോറ് ആവശ്യമില്ലാത്ത സർവ്വ കാര്യങ്ങളും കൊണ്ടുള്ള വേസ്റ്റുകളും കാര്യങ്ങളും മൊത്തം കൊടുന്ന് ഇവിടെ ഇടും. എന്താ ഇതൊക്കെ? ഇതിങ്ങനെ കൊണ്ടു നടന്നു, എന്നിട്ട് എന്താ കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. എന്നാലും അങ്ങനെ, എന്നാലും ഇങ്ങനെ, അവര് ഇവര് മറ്റത് മറിച്ചത്, ഇങ്ങനെ ആ കാര്യങ്ങളിൽ നിന്നൊന്ന് മോക്ഷം നേടിയാൽ മതി, ഒന്ന് ഫ്രീ ആയാൽ മതി, മൈൻഡ് ഒന്ന് ഫ്രീ ആക്കിയാൽ മതി. അതിനേക്കാൾ രസകരമായിട്ടൊന്നും കിട്ടാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനോടും ദേഷ്യമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്. പീസ്ഫുൾ ആയിട്ട് നടക്കാൻ പറ്റും. നിങ്ങളെ ദ്രോഹിച്ചവരോടും നിങ്ങളെ സങ്കടപ്പെടുത്തിയവരോടും അവരോട് നിരുപാധികം അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അവരോട് ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കാതെ. സങ്കടങ്ങൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം, അത് അതിൻ്റെതായ രൂപത്തിൽ കുറച്ചു കാലത്തേക്ക് നിലനിന്നേക്കാം. അതിനപ്പുറത്തേക്ക് അതൊരു വെറുപ്പായി മനസ്സിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, വെറുപ്പ് ഒരു ക്യാൻസറാണ്. ക്യാൻസർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അതുകൊണ്ട് മനുഷ്യന്റെ ഒരു ഉപകാരം ഇല്ലല്ലോ. ക്യാൻസർ കൊണ്ട് ആ വെറുപ്പ് ഇങ്ങനെ കൊണ്ട് നടന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇതിലുള്ള ഏതോ ഒരാൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യം തോന്നി. അയാൾ ആ ദേഷ്യം കൊണ്ട് നടന്നു എന്നുള്ളത് കൊണ്ട് എനിക്കെന്താ സംഭവിക്കാനുള്ളത്? ഒന്നുമില്ല. പക്ഷെ അയാൾക്കോ? അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം, അയാളുടെ ചിന്തകൾ നഷ്ടപ്പെട്ടേക്കാം, അയാളുടെ പ്രയാസങ്ങൾ അങ്ങനെ. ഒരു മനുഷ്യന് വെറുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഹ്യൂമൻ ബീങ് ആയി ഇരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഒരാളോടും വെറുപ്പ് വേണ്ട. ദേഷ്യമാവാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കരുത് കേട്ടോ, അത് മനസ്സിലാക്കരുത് എന്നർത്ഥം. ദേഷ്യമാവാം ഒരാൾക്ക്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാളിൽ നിന്ന് കാണുമ്പോൾ അയാളോട് ദേഷ്യമാവാം, പക്ഷെ അത് വെറുപ്പായി മാറരുത്. വെറുപ്പായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ കൂടി കാർന്നു തിന്നുന്നു മാത്രമല്ല, നമ്മുടെ പേഴ്സണാലിറ്റി കൂടി ആ രൂപത്തിലേക്ക് നമ്മൾ ആയിത്തീരും. വെറുപ്പ് സൂക്ഷിക്കാതിരിക്കുക. ആൻഡ് ഫൈനലി, ആർ യു സ്കേർഡ് ഓഫ് ഡെത്ത്? മരണത്തെ പേടിയുണ്ടോ? മരണത്തെ പേടില്ല എന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തോ പ്രയാസമുണ്ട് മനസ്സിലായി. ഇത് മാത്രം വലിയ പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. മരണത്തെ പേടിയില്ലാത്ത മനുഷ്യന്മാരുണ്ടാകൂല. ഓക്കെ, മരണത്തെ പേടിയുണ്ട്, പക്ഷെ മരണത്തെ കുറിച്ച് ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഓർക്കാറില്ല, പേടിയുണ്ട്. മരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ പേടിയുണ്ട്. ഞാൻ എപ്പോഴും മനസ്സിലിങ്ങനെ കാണാറുള്ള ഒരു കാഴ്ചയുണ്ട്, മനസ്സിലെപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാഴ്ചയുണ്ട്. അതായത്, ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. എവിടെ പോയി, രാവിലെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നു. കയറി വന്നിട്ട് ബെല്ലടിച്ചു, ആരും വാതിൽ തുറക്കണില്ല. ഉമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഉമ്മ ഒന്നും വാതിലൊന്നും തുറക്കണില്ല. അപ്പൊ അപ്പുറത്ത് കൂടെ പോയിട്ട് ഉള്ളില് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പുറത്തും തുറന്നു നോക്കി, ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അയലോക്കത്ത് വിളിച്ച് ചോദിച്ചു, താത്ത ഉമ്മച്ചി കണ്ട് വന്നിരുന്നോ? ഇല്ല ഉമ്മച്ചി വന്നിട്ടില്ലല്ലോ. മനസ്സിൽ പേടി കൂടാൻ തുടങ്ങി. വേഗം ചെന്നിട്ട് വാതിലൊന്നുകൂടി തുറന്നപ്പോൾ വാതില് ശക്തിയിൽ തുറന്നു. അപ്പൊ പിന്നെ ഞാൻ നേരെ പോയിട്ട് ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് എന്റെ ഡ്രസ്സൊക്കെ മാറി തിരിച്ചു വന്ന് കട്ടില് വന്നിങ്ങനെ നോക്കുമ്പോൾ ഉമ്മ അവിടെ കിടക്കുന്നുണ്ട്. ഉമ്മ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഉമ്മാനെ ചെന്നിട്ട് വിളിച്ചു, ഉമ്മ. ഉമ്മ മിണ്ടണില്ല. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ദിവസം നമ്മളെ വെയിറ്റ് ചെയ്യുന്ന, നമ്മളെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇത് കേട്ടോ. ചെന്നിട്ട് വീണ്ടും വിളിച്ചു, ഉമ്മ. ഉമ്മ മിണ്ടണില്ല. വീണ്ടും വിളിച്ചു, ഉമ്മ. ആ സമയത്ത് ഉമ്മ ബെഡിലേക്ക് കണ്ട് മലർന്നു വീണു. മലർന്നു വീണ ഉമ്മയെ
വിളിച്ചിട്ട് മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പേടി കൂടാൻ തുടങ്ങി, ആദ്യ കൂടാൻ തുടങ്ങി. ഓടി ചെന്നിട്ട് വെപ്രാളം കൂടിയിട്ട് അയലോക്കത്ത് ചെന്നിട്ട് വിളിച്ചു, താത്ത ഒന്ന് ഓടി വരുമോ, ഉമ്മ മിണ്ടണില്ല. പേടിയും പ്രയാസവും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഓടി വന്നു. ആരൊക്കെയോ ഉമ്മാനെ താങ്ങിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവിടെ എത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇല്ലട്ടോ പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെയൊക്കെ ലൈഫിൽ വരാനില്ലേ? ആൻഡ് യുനോ, ഞാൻ ഓരോ മൊമെന്റും ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോഴും ഞാനിങ്ങനെ കുറച്ചു നേരം സ്റ്റക്ക് ആയി പോകുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കൊക്കെ പഠിച്ചവരെ കുറെ കാലം ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ, പ്രാർത്ഥിക ആത്മാർത്ഥമായിട്ട്. ആൻഡ് പ്രിയപ്പെട്ടവര്, ഒരു ദിവസം നമ്മള് ഇല്ലാതാകും. ആ ദിവസം ഒരു ദിവസം വരാനുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അവരില്ലാത്തൊരു വീട്ടിലേക്കായിരിക്കും, അവരില്ലാത്തൊരു ലോകത്തേക്കായിരിക്കും. ആ മരണത്തെ പേടി ഇല്ലാതിരിക്കൂല. പക്ഷെ മരണത്തെക്കാൾ പേടിയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മരണത്തെക്കാൾ പേടിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? മരിക്കുന്നതിന്റെ മുമ്പ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തീർത്തിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം, നിങ്ങൾക്കറിയാമായിരുന്ന ഒരു കാര്യം മറ്റൊരാളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്തില്ല എന്നുള്ളത് ആണ് ഏറ്റവും വലിയ നഷ്ടം. ആ മരണത്തിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാം. ദർ ഇസ് ഓൺലി വൺ ലൈഫ്, ഒറ്റ ജീവിതമുള്ളൂ. അതിനിടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് എന്താണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ചെറിയൊരു അറിവാണെങ്കിൽ പോലും അത് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അതുപോലെ ആ നന്മയിലേക്ക് ഒന്ന് ഒന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഒരു ദിവസം നമ്മളെയൊക്കെ ഈ ശ്വാസം നിലക്കും. മുകളിലോട്ട് എടുത്ത ശ്വാസം താഴോട്ടും, താഴോട്ട് വന്ന ശ്വാസം മുകളിലോട്ടും എടുക്കാൻ പറ്റാതിരുന്നാൽ പിന്നെ കുറച്ചു നേരം എങ്ങനെയാണ് തുടർന്ന് അതിന് പറയുന്ന പേര് മരിച്ചു എന്നാണ്, മയ്യത്ത് എന്ന് അതിന് പറയാ. ആ ലെവലിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിത്തരിക്കുന്ന ഒരാളെങ്കിലും, ഒരു സുഹൃത്തെങ്കിലും എവിടെ നിന്ന് ഓടിക്കതച്ച് അവസാനമായിട്ട് പള്ളിയിലേക്ക് ഓടിക്കതച്ച് വന്നിട്ട് അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, അയാൾ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു കേട്ടോ എന്ന് പറയാനുള്ള ഒരു ബന്ധമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇൻഷാ അല്ലാ എന്റെ ലൈഫിൽ അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ട് എന്റെ വിശ്വാസം എനിക്കുണ്ട്. എന്റെ ലൈഫിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറെ സമ്പത്തുകൾ ഇല്ലെങ്കിലും ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ കണ്ണീരൊഴുക്കുന്ന കുറെ ആളുകൾ എനിക്കുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതെന്റെ കുടുംബക്കാരല്ലാത്ത ആളുകൾ എനിക്കുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണോ, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന കാര്യം അത് ഏറ്റവും മികച്ച രൂപത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. എങ്കിൽ ലൈഫ് അത്രമേൽ അടിപൊളിയായി തീരും. നിങ്ങൾക്കൊക്കെ ഏറ്റവും സമാധാനപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്കൊക്കെ സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദാറ്റ്സ് ഓൾ. എന്റെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ദാറ്റ്സ് ഓൾ. ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം. എന്തെങ്കിലും മറ്റു തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു. കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനി ഉള്ള ആർക്കെങ്കിലും ഒക്കെ പറയാനുള്ള എന്റെ അവസരമാണ്. പറയാനുള്ളത് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞാലെങ്ങാനും തെറ്റിപ്പോയാലോ എന്ന് ആരെങ്കിലും പേടിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വേണ്ട. തെറ്റി പോവുകയാണെങ്കിൽ ആ തെറ്റാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഒരു അവസരമാണ് ഇത്. ഇവിടെ നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ബാക്കി കാര്യങ്ങളിൽ നമുക്കത് മതിയാക്കുകയും ചെയ്യാം. ആഡ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആഡ് ചെയ്യാനൊന്നുമില്ല, പക്ഷേ തന്ന ക്ലാസ് അടിപൊളി ക്ലാസ് ആയിരുന്നു, സന്തോഷായി. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഇതിനിടക്ക് കുത്തി പറഞ്ഞു അത് ഞാൻ കേട്ടു. ആ, കേൾക്കാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇൻഷാ അല്ലാ. പിന്നെ അല്ല, ഓരോ ഇതുവരെ മനുഷ്യനും കിട്ടിയിട്ടില്ല. ഓരോ സമയത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഐ മീൻ ഇതൊക്കെ നമ്മൾ എന്നും ലൈഫിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നും ത്രൂ ഔട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇതിലൊരു റീതിങ്ക് ഇപ്പൊ ചിലരൊക്കെ വരുത്തും, എല്ലാരും ഇല്ലെങ്കിൽ പോലും. ഞാൻ അതാ പറഞ്ഞത്, ഇതൊരു ജസ്റ്റ് ഒരു മിററാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് സ്വയം മനസ്സിലാക്കുക. മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നവരും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം. ഇത് എനിക്കും കൂടി ഉള്ളതാണ്.
ഇൻഷാ അള്ളാ എല്ലാവർക്കും അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റട്ടെ. ആമീൻ സ്വന്തം ആമീൻ. മനസ്സ് ചിന്തിക്കും പോലെ പ്രവർത്തിക്കാനും പറ്റിയാല്, ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ എല്ലാവരും ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തിപ്പെടുന്ന വിചാരിക്കുന്നു. തീർച്ചയായും. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. Then anyone else? മാഷാ അല്ലാ, സൂപ്പർ ഇതാരൊക്കെ? ക്ലാസ് ആയിരുന്നു. ആ, മാഷാ അല്ലാ. പിന്നെ ഇതിൽ നമുക്ക് എടുക്കാൻ തോന്നിയത് കളിയാക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചിതാക്കാന്നുള്ളതാണ്. അതാണ് എനിക്ക് എടുക്കാൻ തോന്നിയത്. Okay. അത് സൂപ്പർ അത് ആയിരുന്നു. പ്രാക്ടീസ് ചെയ്ത് തെളിയിച്ച ഒരാളാണ് ഞാൻ കേട്ടോ. എന്റെ ലൈഫിൽ ഞാനത് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിലും പറഞ്ഞത്. ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഓക്കെ വീണ്ടും കളിയാക്കോ എല്ലാരും എന്നുള്ളൊരു പേടി എനിക്ക് ഇപ്പൊ ഉണ്ടാകലുണ്ട്. പക്ഷെ വട്ടവർ എന്തായിക്കോട്ടെ എന്ന് ഇപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കൊരു വീണ്ടും കളിയാക്കോ ഇതിലും അത് ഫെയിലിയർ വരും. ആയാല് ആ, എന്നുള്ളൊരു ആ, ഇത് ആ. നമുക്ക് എപ്പോ ഉണ്ടാവല്ലോ. അപ്പൊ ആ ഒരു ഇത് ഉണ്ടാവാറുണ്ട്. പക്ഷെ വെള്ളംതില്ല കുറെ മൈൻഡ് മാറിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ അത് ചേഞ്ച് ചെയ്യാന്നുള്ളത് ഇതിൽ നിന്ന് കിട്ടിയപ്പോ യൂസ്ഫുൾ ആയി. ഓക്കെ, താങ്ക് യു. അതെ, ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓണർ VKJ, പിന്നെ ജാസിസ് ഫോൺ, മുസ്തിന ബാനു, നസീറ, ഷമ്മാസ്, ശ്രീവർഷ മാം ഓൺലൈനിലല്ലേ? വെറുതെ ഓണാക്കിയിട്ട് പോയോ? കേൾക്കേണ്ടതാണ്. സത്യൻ സാർ, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ കുറക്കാനുണ്ടോ? ഇല്ല സാർ, ഒന്നുമില്ല. ക്ലാസ്സൊക്കെ ഒന്നും പറയാൻ ഒന്നുമില്ല, എല്ലാം ഉഷാറായിരുന്നു. ഓക്കെ, താങ്ക് യു. ശരി. ഈ ഓണർ VK ആരാണ്? നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ആണോ? അറിയുന്ന ആളാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് അറിയിക്കുക. ഒരു ഓണർ VK കാണുന്നുണ്ട്, പിന്നെ ജാസ്റ്റിസ് ഫോണ്. വേറെ ആൾക്കൊന്നും അറിയിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് യെസ്. ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ അവസ്ഥയിൽ ഈ കളിയാക്കൽ കുറച്ച് ഓവറല്ലേ? ഐ മീൻ, കളിയാക്കൽ എന്നാല് ഇപ്പൊ നമുക്ക് ഇടാൻ പലതും ചെയ്യാനുള്ള ധൈര്യത്തിൽ നമ്മൾ ചെയ്യും. പക്ഷെ പ്രതീക്ഷിച്ച അത്രയും ചിലപ്പോ നമുക്ക് അതിനൊന്നും കിട്ടിക്കോണമെന്നില്ല. അതിൽ കൂടുതൽ ചിലപ്പോ പരിഹാസങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളല്ലേ കിട്ടുക. യെസ്, അപ്പൊ ഓഫ് കോഴ്സ്. അതിന് ആ അത് ഈ സോഷ്യൽ മീഡിയന്റെ അതിപ്രസരം ശരിക്കും അതിനൊരു കാരണല്ലേ? അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടൽ എന്തിനാണെന്നറിയോ? നെഗറ്റിവിറ്റിക്കാണ്. അത് ഏത് കാര്യത്തിലാവട്ടെ, നെഗറ്റിവിറ്റി ഉണ്ടോ റീച്ച് കൂടും. ആൻഡ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി. അതിന്റെ കോൺസിക്വൻസസ് എന്തോ ആയിക്കോട്ടെ, ആ രൂപത്തിലേക്ക് നമ്മളെ മെന്റാലിറ്റി നമ്മൾ മാറ്റി കഴിഞ്ഞാൽ, എനിക്ക് ആദ്യമൊക്കെ ഞാനൊരു എന്തെങ്കിലും വീഡിയോ ചെയ്യൽ, ഒരു കാര്യം ചെയ്ത് ആരെങ്കിലും എനിക്ക് ഒരു മോശം കമന്റ് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് ചെയ്തിട്ട് അവരങ്ങനെ കളിയാക്കി പറഞ്ഞല്ലോ, മോശമാക്കിയല്ലോ എന്നുള്ളത്. ബട്ട് ദെൻ ഞാൻ അതിന് ശേഷം ആലോചിച്ചത്, അവരങ്ങനെ കളിയാക്കുന്നുണ്ടെങ്കിൽ അവരിത് കേൾക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അവരും എന്റെ കാര്യങ്ങൾ കേട്ടല്ലോ. അവർക്ക് കളിയാക്കുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പാവം സുഖമില്ലാത്ത ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഇന്റർനെറ്റിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, സേഫ് ആണ്. അതായത് നമ്മളൊരു നേരിട്ടല്ല, ഇപ്പൊ ഈ പറയപ്പെട്ട ആളുകൾ, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. നമ്മുടെ ഇവിടെ അടുത്ത് എന്തോ ഈ കുട്ടിയെ ചവിട്ടി കൊന്ന കേസ് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ താഴെ വന്നൊരു കമന്റ് ആയിരുന്നു. ആ കമന്റ് ഇങ്ങനെയായിരുന്നു. അതായത് ഒരു ഈ ഒരു കമന്റിന്റെ അടിയിൽ ഇപ്പോഴാണ് ഫോർ ദ പീപ്പിൾ വേണ്ടത് എന്ന് പറഞ്ഞിട്ട്, മുമ്പ് ഏതൊരു മൂവിയെ റെഫർ ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നാലാളുകൾ വന്ന് ഇത്തരം അനീതികൾക്കെതിരെ ഒന്ന് പോരാടുക എന്നുള്ള രൂപത്തിൽ. അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. കുറെ മുമ്പുള്ള കാര്യമാണ്. അയാൾ ഒരു ഗ്രൂപ്പ് തുടങ്ങി, ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട്, എന്തോ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങി. അതിലേക്ക് അന്ന് വാട്സപ്പിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞ 256 ആളുകൾ ആഡ് ചെയ്യാന്നുള്ളത്. ആളുകളൊക്കെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്തു. ഒരു ഗ്രൂപ്പ് ഫുള്ളായി, അടുത്ത ഗ്രൂപ്പ്, അടുത്ത ഗ്രൂപ്പ്, അടുത്ത ഗ്രൂപ്പ്, അങ്ങനെ 5 6 ഗ്രൂപ്പിലും മുഴുവനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അതിൽ ജോയിൻ ചെയ്തു. അതിന്റെ ഒരു മീറ്റപ്പ് അവര് തീരുമാനിച്ചു. കോഴിക്കോട് ഏതൊരു മാനാഞ്ചിറ സ്ക്വയറിൽ അവർ ചേരാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്തു, നമുക്ക് ഇന്ന ദിവസം ഇന്ന സമയത്ത് നമുക്കവിടെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതിന്റെ അഡ്മിൻ ആയിട്ടുള്ള ആള് ഈ മെസ്സേജ് ഇട്ട ആൾ അതിൽ കമന്റ് ചെയ്ത കാര്യമാണ് കേട്ടോ. അങ്ങനെ അവിടെ ആ സമയത്ത്, അതിന്റെ മുമ്പ് 1 മണിക്കൂർ മുമ്പ് തന്നെ അയാൾ എത്തി. കാരണം അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവിടെ എത്തി. ഓരോരുത്തരായിട്ട് വെയിറ്റ് ചെയ്യണം, ആരൊക്കെ എത്തി എന്ന് ചോദിച്ചിട്ട്.
അവസാനം ഈ കമന്റ് ഇട്ട, അതായത് ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള ഒരുത്തനും വേറെ ഏതോ ഒരാളും മാത്രം അതിൽ ആ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് എത്തി. ബാക്കി ഒരു മനുഷ്യനും അവിടേക്ക് എത്തിയിട്ടില്ല. എന്ന് വെച്ചാല് ഓൺലൈനിൽ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഹിഡൻ ആണ്. അവിടെ ഒരാൾ നമ്മളെ കാണാനില്ല, അറിയാനില്ല. എന്ത് കമന്റ് ഇട്ടാലും എന്തൊക്കെ പറഞ്ഞാലും നേരിട്ട് അത് നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് അയാൾക്ക് ഒന്നുകൂടി സെക്യൂർ ആയി ഫീൽ ചെയ്യും. അതേസമയം നേരിട്ട് കളത്തിലിറങ്ങി ഒരു മനുഷ്യൻ നമ്മളോട്, ഞാൻ എന്റെ കുട്ടികളോട് പറയാറ്, ഞാൻ ഈ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്ന് വിചാരിക്കരുത്. ഞാൻ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എപ്പോഴും കുട്ടികളോട് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. കുട്ടികളോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരാള് ഒരു ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് അയാൾ തൊട്ടു, അല്ലെങ്കിൽ പെൺകുട്ടിയെ പിടിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ അരക്കെട്ടിൽ തൊട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റിൽ പിടിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ അയാൾ തൊട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താണ് അവിടെ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഒരു പറയുന്ന മറുപടി ഉണ്ട്, ഒന്നും ചെയ്യില്ല, ഫ്രീസ് ആയി പോകും. പെൺകുട്ടികൾക്ക് പൊതുവെ അത് അറിയാം. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഫ്രീസ് ആയി പോകും. ബട്ട് യുനോ ആ മൊമെന്റില് നേരെ ഓപ്പോസിറ്റ് നിന്നിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാണോ ഇനി ചോദിക്കണ്ട, വെറുതെ തിരിഞ്ഞെന്ന് അയാളൊന്ന് നോക്കിയാൽ മതി, അയാൾ പേടിക്കും. എത്ര വലിയ ആണാണെങ്കിലും ഒരു പെണ്ണ് രൂക്ഷമായിട്ട് നോക്കിയാൽ, അയാളുടെ അടുത്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രൂക്ഷമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ചങ്ങായി ഇല്ലാതായി പോകും. അവൻ അവിടുന്ന് വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കും. എന്ന് വെച്ചാൽ ഇത് സേഫ് ആണ്, പിന്നെ ആരും കാണുന്നില്ല, എന്റെ മുഖം ആരും കാണുന്നില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ നെഗറ്റിവിറ്റി കൂടുതലായിട്ട് പറയാനുള്ള ഒരു അവസരം ഉണ്ടാകും. പിന്നെന്താന്ന് വെച്ചാൽ അടച്ചിട്ട മുറികളിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അതൊന്നുകൂടി സേഫ് ആണ്, ആരും അറിയുന്നില്ല. പ്രത്യേകിച്ച് ചില കമന്റുകളൊക്കെ വളരെ മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള കമന്റുകൾ ഇടുന്ന ആളുകൾക്കൊക്കെ വയസ്സ് കൊണ്ടും വളരെ കുറവായിരിക്കും. ചിലപ്പം 14, 13, 15 വയസ്സുള്ള ആളുകളൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ മക്കൾ അതിലുണ്ടാവാം, ഇല്ലാതിരിക്കാം. ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞതുപോലെ ഇന്റർനെറ്റ് അതിന് വലിയൊരു റീസൺ ആണ്. ബട്ട് ഇന്റർനെറ്റിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഇന്റൻഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നമ്മൾ പ്രയാസാക്കേണ്ടതില്ല. അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുക. നമ്മളെ പരിഹസിക്കുന്ന, അപഹാസ്യരാക്കുന്ന രൂപത്തിലുള്ള കമന്റുകൾ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അത്രയും ചെയ്യാൻ കഴിയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമുക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളല്ല. നമ്മളെ എങ്ങനെയെങ്കിലും ഒരാൾക്ക് ഒരു നെഗറ്റിവിറ്റി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം മറ്റേ തൊപ്പിന്റെ എന്തൊരു വിഷയം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആളുകൾക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ നെഗറ്റിവിറ്റി കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പം അതിനെക്കുറിച്ച് ബോധേടാവാതിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വേറെ ആർക്കും ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ചെയ്യാം.